കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:35-നെത്തിയ 5 ദിവസം പ്രായമായ പെൺകുഞ്ഞ്. പേര് സഹസ്ര. ഈ പെൺകുഞ്ഞ് കേരളത്തിനൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലെത്തിയ ഈ കുഞ്ഞുമാലാക 2002 ആരംഭിച്ച പദ്ധതിയിലെ 1000ാമത്തെ അതിഥിയാണ്. അമ്മത്തൊട്ടിൽ എന്നത് ഉപേക്ഷിക്കപ്പെടുന്ന ചോരക്കുഞ്ഞുങ്ങൾക്കുള്ള ജീവിക്കാനുള്ള ഒരിടമാണ്. എന്നാൽ ഇവിടെ ആശ്വാസത്തിനപ്പുറം ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇരുമ്പറയിൽ ഉപേക്ഷിച്ചു കടന്നു കളയുന്ന മാതാപിതാക്കളുടെ എണ്ണം 1000 കടന്നു എന്നത്. ഇത് അമ്മത്തൊട്ടിൽ എന്നത് നവജാത ശിശുക്കളെ നിസ്സാരമായി ഉപേക്ഷിച്ചു കളയുന്ന മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും വ്യാജ അഭിമാനം സംരക്ഷിക്കാനുള്ള ഒരു സർക്കാർ മറയായി മാറിയോ എന്ന് സംശയം. മിക്കവാറും ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ ദാരിദ്ര്യമോ പട്ടിണിയോ ആയിരിക്കില്ല, സമൂഹം എന്തു പറയുമെന്ന തോന്നലാണ്. ഈ കൊടും ക്രൂരത അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അതുകൊണ്ടായിരിക്കാം. സദാചാരം പ്രസംഗിക്കുന്ന മലയാളികൾക്ക് ഇത്തരം എണ്ണം വർദ്ധിക്കുന്നത് ചേരുമോ? ഇന്ന് അമ്മത്തൊട്ടിലുള്ളത് കൊണ്ട് തന്നെ സ്വന്തം ചോരയെ പാതിരാത്രിയിൽ ആ യന്ത്രത്തൊട്ടിലിൽ ഉപേക്ഷിക്കാൻ യാതൊരു മടിയുമില്ലാത്ത തരത്തിൽ സമൂഹം മാറി ചിന്തിക്കുകയാണ്. അതിനാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സമൂഹത്തിന്റെ കണ്ണിൽ മാന്യന്മാരായി വിലസാനും സൽപ്പേര് കളങ്കപ്പെടുത്താതെ കാക്കാനുമുള്ള ഒരു എളുപ്പ വഴിയായാണ് ഇത്തരം സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്. അതിന്റെ കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. അതായത് അമ്മത്തൊട്ടിലുകളിൽ കഴിഞ്ഞ 24 വർഷത്തിനിടെ ഉപേക്ഷിക്കപ്പെട്ട 1000 കുഞ്ഞുങ്ങളിൽ 681 പേരും പെൺകുഞ്ഞുങ്ങളാണ്. കൂടെ 319 ആൺകുട്ടികളും. നിത്യ എന്ന കുഞ്ഞിനെയാണ് ആദ്യം ലഭിച്ചത്. ശതശ്രീ 100ാമത്തെ കുഞ്ഞാണ്. ഇപ്പോൾ ഒടുവിൽ സഹസ്ര. 681 പെൺകുട്ടികളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. കാരണം ഇന്നും പെൺകുഞ്ഞ് ജനിക്കുന്നത് ഒരു ബാധ്യതയെ കാണുന്ന പുരോഗമന ചിന്തയുടെ ഭാഗമാണോ ഇതെന്നും ചോദിച്ചു പോകും. തിരുവനന്തപുരത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടത്, അതായത് 667. മറ്റ് ജില്ലകളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് 43, കൊല്ലത്ത് 38, മലപ്പുറത്ത് 34, പാലക്കാടാകട്ടെ 34 തന്നെയാണ്. പത്തനംതിട്ടയിൽ 28, തൃശൂരിൽ 27, ആലപ്പുഴയിൽ 26, കോഴിക്കോടിൽ 25, എറണാകുളത്ത് 21, കണ്ണൂരിൽ 21 രേഖപ്പെടുത്തുന്നുണ്ട്. ഇടുക്കിയിൽ 20, കാസർഗോഡ് 16 എന്നിങ്ങനെയാണ് കണക്ക്. ഒരുപക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമായിരിക്കും. എന്നാൽ ഒരു കുഞ്ഞിന് അതിന്റെ വേരുകളും സ്നേഹവും നിഷേധിക്കുന്നത് എത്ര വലിയ കുറ്റകൃത്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുഞ്ഞുങ്ങൾക്ക് പുതിയ ജീവിതം ദത്തെടുക്കലിലൂടെ ലഭിക്കാം. എന്നാൽ അമ്മത്തൊട്ടിലിന്റെ സൈറൻ മുഴങ്ങുമ്പോൾ ഓരോ വ്യക്തിയും ആലോചിക്കേണ്ട ഒന്നുണ്ട്. ഒരു ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഇന്നത്തെ സമൂഹത്തിന്റെ യാത്രയെക്കുറിച്ചാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.